വീട്ടിൽ ആർക്കും വേണ്ടാൻ നോക്കാൻ നോക്കണില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇല്ലാന്ന് പറഞ്ഞതാണ്. വീട്ടിൽ നോക്കണില്ലേ? ഇവരൊക്കെ നോക്കണില്ലേ? നമ്മൾ ആരും നോക്കാം, അല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവം ആരെയും ഒക്കെ കാണിച്ചു തരും. എങ്കിലും ഒരാളുണ്ടാവും ഇല്ലേ? അല്ലേ? അത് നല്ലതല്ലേ? നന്നായി വരട്ടെ മക്കളെ. അതെ, നന്നായി വരട്ടെ. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? തനുട്ടിയുടെ ബർത്ത്ഡേ ആണ്. തമ്പ്ലൈനെ കണ്ട പോലെ നമ്മൾ കുറേ അമ്മമാരെയൊക്കെ കാണാൻ പോവുകയാണ്. അപ്പം നമ്മളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പം എന്നും പറഞ്ഞ പോലെയല്ല, സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറേ അമ്മമാരുടെ വിഷമങ്ങളും പാട്ടുകളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ. എന്ത് ഫോണ് മാറ്റിക്കോ. ആ ഫോണ് ചോദിക്കണ്ടല്ലേ? എന്റെ കുട്ടീൻ്റെ അടുത്ത് കൊടുത്താൽ മതിയെന്ന് ഫോണ്. അവിടെ വെക്കി, അവിടെ വെക്കി. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ തനുട്ടിയുടെ പിറന്നാൾ ഞങ്ങൾ ഒരു ചടങ്ങിൽ ഒതുക്കാതെ കുറേ നല്ല മനുഷ്യരുടെ കൂടെ അത് അവരുടെ സ്നേഹവും ആശീർവാദവും ഒക്കെ വാങ്ങിയാണ് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. അതൊരു മനോഹരമായൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനതൊരു വീഡിയോ ആക്കി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്താനായിട്ടുണ്ട്, നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ പാറുമ്മേൻ്റെ പാട്ടും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ അവർക്ക് വേണ്ട ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസ കൊടുക്കാറാണ്. നമ്മൾ ആദ്യം പോയിരുന്നു തണ്ടിയുടെ ബർത്ത്ഡേക്ക്, പക്ഷെ ഇവിടേക്കല്ല, വേറെ സ്ഥലത്തേക്ക് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ ബിരിയാണി അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ഞങ്ങൾ കൊടുക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവർക്കൊരു സദ്യ തന്നെ ആയിക്കോളാം. ഇപ്പോൾ സദ്യ ആയിട്ട് അവർക്ക് കിട്ടാറുണ്ടാവില്ലേ സദ്യയൊന്നും, അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമാവുകയും ചെയ്തു. നല്ല സന്തോഷത്തോടെ തന്നെ അവരത് പറയുകയും ചെയ്തു കേട്ടോ. ഞങ്ങളോ? ഞങ്ങളെ ഇടത്തനാട്ടുകാരാ. മക്കളെ കടത്തനാട്ടുകാരല്ലേ? ഇവിടെ കാണാനായി വന്നാണ്. നമ്മൾ നോക്കാൻ നിർത്താൻ ആരുമില്ലടി മക്കളെ. നമ്മുടെ ലേഖനൊരു ശരീരം മാത്രം അന്വേഷിക്കാൻ കണ്ണു വാങ്ങിയിട്ടുണ്ടോ? പല്ലൊക്കെ പൊതിക്കൊണ്ട് പല്ലൊക്കെ പോയതാണ്. തിരിഞ്ഞിട്ടല്ലേ?
ഞാൻ ഇരുന്നോളാം. എന്നോട് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാം. എവിടെ പൊള്ളാച്ചിയാ? ഇത് പേര് മലയാളം പറയാ. സെക്കീല മലയാളമല്ല, വെറും തമിഴ്. ഇങ്ങോട്ട് നിങ്ങൾക്ക് അറിയില്ല? അറിയോ? തമിഴോ? നമ്മളിങ്ങനെ മനസ്സിലാക്കിയെടുക്കും. ഞാൻ കുറച്ചൊക്കെ അറിയുള്ളൂ, മറ്റൊന്നും തീരെ അറിയില്ല. എന്താ സെക്കീല പറയുന്നത് വെച്ചാൽ ഇതിന്റെ കൂടെ ഉണ്ടാവും ഏത് സമയം അടുക്കളയിൽ. അതെ, അടുക്കളയിൽ ഞാൻ പോവോളം പോകും. കുക്കിങ്ങിനൊക്കെ നോക്കി നിൽക്കുക. മലയാളം ഫുഡ് ഇഷ്ടാവുന്നുണ്ടോ? മലയാളം അറിയില്ല. ഫുഡ് ഇഷ്ടായോ? നമ്മുടെ ഫുഡ് ഇവരുണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടാവുന്നുണ്ടോ? അവിടുത്തെ ഫുഡല്ലല്ലോ ഇവിടെ. അവിടുത്തെ ഫുഡൊക്കെ പറഞ്ഞു തരും ഇവിടെ. അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. സദ്യ ഇഷ്ടായോ? ഇത് കേൾക്കില്ല. സദ്യ ഇഷ്ടായോ? എന്റെ പൊട്ടൊക്കെ തിന്നല്ലോ, സുന്ദരിയായിരുന്നു. പായസം ഇഷ്ടായോ? ഒരു കൊടുന്ന പായസം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പായസം ഇഷ്ടപ്പെട്ടോ? പൊട്ടൊക്കെ ഇട്ടൊരു സുന്ദരിയായിരുന്നു. ആ, ആർക്ക്? ഫോട്ടോ, നിങ്ങളെ ഫോട്ടോ എടുക്കാൻ കാണണ്ടേ? ഞങ്ങൾ പോയാലോ? പോവാ, വീട്ടിൽ പോവാണ്. പറഞ്ഞ് നിക്കാൻ പറ്റൂലല്ലോ. ഉറങ്ങണില്ലേ? ഉറക്കൂലേ? നിങ്ങൾ പോവാണ്, ഉറങ്ങണില്ലേ? എന്നാ കിടന്നോളൂ. നിങ്ങൾ ബെഡ് ഇതാണോ ബെഡ്? ആ, നിസ്കാരം ഉണ്ടാവൂലേ? പിന്നെ സന്ധ്യയൊക്കെ ഉണ്ടാവും. 5 നേരം വേണ്ടേ? രാവിലെ 5 നേരല്ലേ? പഠിച്ചവനോട് പറയാം. ഉമ്മ ഉറങ്ങാണ്. നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ അടുത്തെല്ലാം ഉണ്ടെങ്കിൽ അപ്പോഴത്താളും ചെറിയ കുട്ടികൾ ഈ പരിപാടിക്കെല്ലാം പള്ളിയിലേക്ക് മാംസം വെക്കും. ഇതിനെല്ലാം നമ്മൾ ക്ഷണിച്ചു പള്ളിയിലേക്ക് പെരിയടുത്തെല്ലാം ഞങ്ങൾ ഇനിയും വരണ്ട്. ദൈവം ആയിക്കോട്ടെ. എന്താ പണി? ഞാനൊന്നും ചെയ്യില്ല, ഹൗസ് വൈഫാണ്. വീട്ടിലിരിക്കുക. ഭർത്താവിനോ കുട്ടികളെ ഓല് കണ്ടില്ല നിങ്ങള്? മക്കളില്ലേ? ആ ഉണ്ട്. ആ കുട്ടീന്റെ പിറന്നാളാണെന്ന്. അന്ന് പരിപാടി അമ്മയ്ക്ക് പാട്ടറിയാ? എന്ത് പാട്ടാണ്? പൂജ വായന ആരെങ്കിലും ഇവര് പറയാണേ അമ്മയ്ക്ക് പാട്ടറിയുന്നു. അമ്മ പൊന്മുളം കാട്ടില് വെള്ളാരം കുന്നിലെ പൊന്മൂലം കാട്ടിലെ പൊന്മൂലം കാട്ടിലെ വെള്ളാരം കുന്നിലെ പൊന്മൂലം കാട്ടിലെ ഉയരം നട്ടുച്ച നേരത്ത് നീമുക്കു സമയത്ത് കുളിരും കൊണ്ടോടിവ കാറ്റേവ വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ കുളിരും കൊണ്ടോടിവ കാറ്റേവ.
നല്ല രസമുണ്ട് പാട്ടം കേൾക്കാൻ. നന്നായിട്ട് പാടുണ്ടല്ലോ. ഇങ്ങോട്ടാണ് ഈ പറയണത് പാട്ട് പാടാൻ അറിയില്ല, എഴുതിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾക്കും കൂടി അറിയില്ല അങ്ങനെയൊന്നും. ഞങ്ങൾക്ക് പാട്ടറിയാനല്ല. നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്തൊരു നല്ല പാടുന്നുണ്ട്. ഇങ്ങോട്ട് എനിക്ക് അറിയില്ല. നീ എന്താണ് നന്നായിട്ട് പാടുവോ? ഇന്ന് ഉറങ്ങിക്കോളട്ടോ. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ പിന്നെ വരും. നീ വരണ്ട കേട്ടാ. ഞങ്ങളിത് കുറച്ചങ്ങോട്ട് പോകണം. നാളാസത്തേക്ക് പോകണം. പാട്ട മക്കളെ ഇതുകൊണ്ടൊരു ഒരു കുരുമ്പ് പോലെ എന്നെ വീട്ടിൽ ഇപ്പം ആർക്കും വേണ്ടാന്ന് നോക്കാൻ നോക്കണില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇല്ലാന്ന് പറഞ്ഞതാണ്. വീട്ടിൽ നോക്കണില്ലേലും ഇവരൊക്കെ നോക്കണില്ലേ? നമ്മളാരും നോക്കാല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവം ആരേലൊക്കെ കാണിച്ചു തരും. ഒരു മക്കളെ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, പെൻഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പണിക്ക് പോയ പൈസകളൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇപ്പോഴും കൂടി ഞാൻ പണിക്ക് കിട്ടിയിട്ടില്ല ഒന്നും. സത്യമല്ല, ഞാൻ വൈക്കം കഴിഞ്ഞ് ആദ്യം നേരെ ഇരിക്കില്ല. ഇപ്പം അവർക്ക് തന്നെ ഒരു ഓക്കാല് കുത്തല്. അതെ, ഉസ്താദ് നോക്കണില്ലേ? നമ്മളാരും നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം ആരെങ്കിലും ഒരാളുണ്ടാവും. ഇല്ലേ? നമുക്ക് സന്തോഷല്ലേ ഇവിടെ? സന്തോഷല്ലേ ഇവിടെ നിൽക്കുന്നതില്? ഞാൻ ഇപ്പം ഇന്നല്ലേ ഇവിടെ വന്നോളൂ. ഇന്നൊക്കെ ഇങ്ങോട്ട് അതല്ലേ, നമ്മളാരും നോക്കാല്ലെങ്കിൽ ദൈവം നമ്മളെ വേറൊരാളെ നമ്മളെ ഏൽപ്പിക്കും. ഏൽപ്പിക്കും. ഉസ്താദില്ലേ? ഇപ്പം ഉസ്താദ് ഇപ്പം എന്നോട് പറഞ്ഞല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ തരുന്ന വെച്ചാൽ ഞങ്ങൾ വന്ന് അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുകയും അവരെ സന്തോഷമാക്കിയെന്ന് ഉസ്താദാ ഞങ്ങളോട് പറഞ്ഞേ. അങ്ങനെ പറയാനൊരാളില്ലേ? അത് നല്ലതല്ലേ? അതെ, ഉസ്താദ് നന്നായി വരട്ടെ. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? അതല്ലേ വേണ്ടേ? അതെ, കഴിവും ബുദ്ധിയും ആയുസ്സും നിറഞ്ഞു കൊടുക്കട്ടെ. ഇവര് നീക്കൂല അതൊക്കെ. ഇവര് ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ? ശരി, ബ്ലോക്കില്ലേ? പോട്ടെ കേട്ടോ. ശരി എന്നാ. ശരി. എവിടെ നാടെവിടെ? നിന്റെ നാട് എവിടെ അറിയോ? ഇതെവിടെ സ്ഥലം എന്നറിയോ? അല്ലമ്മ, ഇത് കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയില് കരുവാരക്കുണ്ട്. അക്കരപ്പുറം. ഇത് നമ്മുടെ സ്ഥലം അക്കരപ്പുറം. കരുവാരക്കുണ്ട് അക്കരപ്പുറം. അമ്മേന്റെ സ്ഥലം അറിയില്ലല്ലേ? സത്യത്തിൽ എനിക്ക് അമ്മേന്റെ നാട് എവിടെയാ? അവിടേക്ക് എന്താ പറയാ വീട്ടുപേര്? എൻ്റെ നാട് പിന്നെ കാഞ്ഞരം പൊറ്റശ്ശേരി. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് പൈനാണ്ടി. അമ്മേന്റെ പേര് ഷർമിലി. നിങ്ങൾക്ക് എത്ര സഹോദരങ്ങൾ, എത്ര ചേച്ചിമാരുണ്ട്? എനിക്ക് 4 ചേച്ചിമാർ എൻ്റെ മേപ്പിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക്. ഒന്ന് അക്കമ്മ, ഒന്ന് ലക്ഷ്മി, ഒന്ന് തായു, ഒന്ന് ചിന്ന, ഒന്ന് പാറമ്മ. പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അതാരാ? പാറമ്മന്റെ ഇഷ്ടപ്പെട്ട ഒരാള്, ജീവനായിട്ടുള്ള ഒരാളുണ്ടല്ലോ കൂട്ടത്തില്. എൻ്റെ ഉണ്ണിയുണ്ട്. അതല്ല, ഇങ്ങിട്ടാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ലാന്ന്. 3 അറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാവലോട് പറയാം. അമ്മക്ക് പെട്ടെന്ന് അറിയില്ല, ഇങ്ങനെ ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നാ പോയാലോ? ഞങ്ങൾ ഇനി വരാം കേട്ടോ. ഇനി വരണ്ടേ? നിക്കാണ്ടേ? വരണം. അവരൊന്ന് അനുഗ്രഹിച്ചേ അമ്മ, മോളെന്ന് അനുഗ്രഹിച്ചേ. എൻ്റെ മക്കൾ പോയ അവിടെ നന്നായി വരണേ ദൈവേ. പൊന്നു ഭഗവാനെ സത്യേശ്വരുക. അവിടെ നിങ്ങൾ കുടുങ്ങിയത് ഒരു കുടുക്കത്തിലും പടരുന്ന മക്കളെ ഇതാണ്ട്. ഈ മോളെ പിറന്നാളാണെന്ന് മോളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കിയേ. എന്തൊക്കെ അറിയുന്ന എൻ്റെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും വല്ലതും സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അവരെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അവിടുത്തെ അഭിപ്രായങ്ങൾ എഴുതാനൊരു പുസ്തകമുണ്ട്, അതിൽ അഭിപ്രായമൊക്കെ എഴുതി ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ താങ്ക് യു.